അപ്പോൾ എൻ്റെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലെ നമ്മുടെ പിള്ളേർ നമ്മുടെ നാട്ടിൽ വളരുന്നതും വിദേശ രാജ്യങ്ങൾ, അതായത് ഇങ്ങനെ ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ന്യൂസിലൻഡ്, യൂറോപ്പ് കൺട്രികളിൽ പല രാജ്യങ്ങളിൽ, യൂറോപ്പിൽ പല രാജ്യങ്ങളിൽ ഒക്കെ വളരുന്ന പിള്ളേരും നമ്മുടെ നാട്ടിൽ വളരുന്ന പിള്ളേരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. നമ്മുടെ നാട്ടിനെക്കാട്ടിലും എല്ലാ സാധനങ്ങളും ഇവിടെ സുലഭമാണ്. എന്താ പറയുക, കള്ള്, അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സിഗരറ്റ്, ബാക്കിയുള്ള വലിക്കേണ്ട സാധനങ്ങൾക്കെല്ലാം എല്ലായിടവും സുലഭമാണ്. പക്ഷേ നമ്മുടെ പിള്ളേർ വളരെ ചുരുക്കവേ ഒരു രീതിയിലോട്ട് ഇവിടെ പോകുന്നുള്ളൂ. അല്ലാതെ കഞ്ചാവ് അടിച്ച് മയങ്ങി നടക്കുന്നതോ വെള്ളമടിച്ച് കിറങ്ങി നടക്കുന്നതോ ഒന്നും നമ്മുടെ പിള്ളേരെ ഇവിടെ കാണാൻ വളരെ ചുരുക്കമാണ്. പക്ഷെ നാട്ടിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ലോ. നാട്ടിലെല്ലാ പിള്ളേരുടെ കയ്യിൽ MDMA, കഞ്ചാവും മയക്കുമരുന്നും കള്ളൊക്കെ മാറിയിട്ട് ഇപ്പോൾ ആ ഒരു ലെവലിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ വളരുന്ന പിള്ളേരും ഇവിടെ വളരുന്ന പിള്ളേരും എന്താണെന്നൊരു വ്യത്യാസം ഞാനൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കാനൊന്ന് ശ്രമം നടത്തുക, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ സ്കൂളിൽ പഠിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കോഴ്സിന് +2 കഴിയുന്നു, കോഴ്സിന് പോകുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയറിങ് അല്ല പല രീതിയിലുള്ള കോഴ്സുകൾ, എന്തെങ്കിലും മെഡിക്കൽ ഫീൽഡാണെങ്കിൽ മെഡിക്കൽ ഫീൽഡ്, മറ്റേ MBA ആണെങ്കിൽ MBA, അങ്ങനെ പല കോഴ്സുകൾക്ക് പിള്ളേർ തിരിഞ്ഞു പോകുന്നു. പഠിച്ചതിന് ശേഷം വീടുകളിൽ ജോലി ഇല്ലാതെ, പഠിച്ചതിൻ്റെ കോഴ്സിൻ്റെ ജോലി ഇല്ലാതെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. കുറച്ച് നാൾ പിള്ളേർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ആ സമയത്ത് നമ്മുടെ വീട്ടിലെ പിള്ളേർ അവരുടെ ടീനേജുമായിട്ട് പിള്ളേരുമായിട്ട് കൂട്ടുകൂടി വൈകുന്നേരം അവിടെ പോയിരിക്കുന്നു, വേറൊരു പരിപാടിക്ക് പോകുന്നു, അവിടെ നാടകം കാണാൻ പോകുന്നു, ഗാനമേള കാണാൻ പോകുന്നു, ഉത്സവം കാണാൻ പോകുന്നു, അങ്ങനെ ആയി പലയിടത്തും പല കോണ്ടാക്റ്റായി പല രീതിയിലുള്ള, ഇന്നാ ചെറുതായിട്ടൊന്ന് സിഗരറ്റ് വലിച്ചേക്കാം, ഇന്നൊന്ന് കള്ള് കുടിച്ചേക്കാം, ഇന്നൊന്ന് ഉള്ള മയക്കുമരുന്ന് ആരെങ്കിലും ഒന്ന് കൊണ്ടുവരും, ഒന്ന് രുചിച്ച് നോക്കിയേക്കാം. അങ്ങനെയൊക്കെ നോക്കി അതിനങ്ങ് അടിമയായിട്ട് മാറും. പിന്നെ ഇത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് പൈസ വേണമല്ലോ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് പലരും പിടിച്ചു പറിക്കുന്നു, മോട്ടിക്കുന്നു. പിന്നെ ക്രിമിനൽ പശ്ചാത്തലമായി മാറി പിള്ളേരുടെ ജീവിതം നശിച്ചു പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പോലീസിൽ കേസാകും, അതോടുകൂടി എല്ലാത്തിനും തീരുമാനമാകും. പക്ഷേ ഇവിടെ വരുന്ന പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ അവർക്ക് വെറുതെ ഇരിക്കാനുള്ള സമയമില്ല. അവരെന്തെങ്കിലും ഒരു ജോലിക്ക് അങ്ങ് പോവുക ചെയ്യുന്നത്. ഈവൻ ഹൗസ് കീപ്പറായിട്ടോ, അല്ലെങ്കിൽ ഡെലിവറി ബോയ് ആയിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലുകളിൽ റെസ്റ്റോറൻറ്റിൽ ഹെൽപ്പറായിട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ റിസപ്ഷനിൽ നിൽക്കാനായിട്ടോ, എന്തെങ്കിലും സ്റ്റോറുകളിൽ സെയിൽസ്മാനായിട്ടോ, സെയിൽസ് വുമണായിട്ടോ, അങ്ങനെ പല കെയറായിട്ടോ, അങ്ങനെ പല പരിപാടികൾ, കിച്ചൺ അസിസ്റ്റൻ്റ് ആയിട്ടോ, അങ്ങനെ പല പരിപാടികൾക്ക് ജോലികൾ ഇങ്ങനെ കിടക്കുക. ആ ജോലികൾ കിട്ടുന്ന ജോലിക്ക് അങ്ങ് പോവുക ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ മോനെ, ആ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഹൗസ് കീപ്പറായിട്ട് ജോലിക്ക് കയറുമോ? ഒരിക്കലും കയറത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരു ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ മോൻ അവിടുത്തെ ഹൗസ് കീപ്പറായിട്ടായിരിക്കും ആദ്യം ജോലി ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കൾച്ചറാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. പിള്ളേർ പഠിച്ചു കഴിഞ്ഞാൽ പിള്ളേർ ഏതെങ്കിലും പണിക്ക് പോട്ടെ, പണിക്ക് വിടണം. വീട്ടിൽ നിന്ന് കിട്ടുന്ന ജോലിക്ക് പറഞ്ഞു വിടണം. പിള്ളേരെ കിട്ടുന്ന ജോലിക്ക് പറഞ്ഞു വിട്ടത് പിള്ളേരെ ജോലിയുമായിട്ട് അങ്ങ് തിരക്കായി പോകും, ബിസി ആയി പോകും. പിന്നെ ഇതിലോട്ടൊന്ന് തിരിയാനൊന്നും സമയം കാണത്തില്ല. രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു, കുളിച്ച് റെഡിയായിട്ട് ഉള്ള ഭക്ഷണം കഴിച്ച് വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങുന്നു. അടുത്ത ദിവസം ഇങ്ങനെ ജോലിക്ക് വന്നു. പിന്നെ ഒരു ശനിയോ ഞായറോ വല്ലതും കിട്ടും. അതിനകത്തോട്ട് ഇത്ര അങ്ങോട്ട് പിള്ളേർ വഴിതെറ്റി പോകാനുള്ള സമയം പിള്ളേർക്ക് കിട്ടത്തില്ല. കുറച്ച് സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യും. അങ്ങനെ അവർ ബിസിയായി അവരുടെ ജീവിതം നല്ല രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകും. ഈ ഒരു രീതിയിലോട്ടൊക്കെ വഴിതിരിഞ്ഞ് പോകാൻ വളരെ പാടാണ്. ഞാൻ വരുന്നൊരു കാഴ്ചയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടുത്തെ പിള്ളേർ പഠിച്ചു കഴിഞ്ഞ ഉടൻ കിട്ടുന്ന ജോലിക്ക് പോകുന്നു. അവിടെ നിന്നുകൊണ്ട് എക്സ്പീരിയൻസ് ആയിട്ട് പിള്ളേർ പഠിച്ച ജോലിയിലേക്ക് മാറുന്നു. അങ്ങനെ അവർക്ക് നല്ലൊരു ജോലി സാധ്യതകൾ കിട്ടി നല്ലൊരു ജീവിതം അവർ പടുത്തുയർത്താൻ നോക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നമ്മുടെ നാട്ടിലൂടെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ, പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സൊസൈറ്റി നോക്കിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വീട്ടിലെ പിള്ളേർ ഇപ്പോൾ ഒരു പെയിൻ്റ് അടിക്കാൻ പോയി, ആരെങ്കിലും വിടുവോ പെയിൻ്റ് അടിക്കാൻ? അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ബിൽഡിങ്ങിൽ, IT ബിൽഡിങ്ങിൽ ഹൗസ് കീപ്പറായിട്ട് പോയി വിടുവോ? നമ്മുടെ നാട്ടിലെ സൊസൈറ്റി എൻ്റെ മോൻ ഇത് പഠിച്ചല്ലോ, അപ്പോൾ അവൻ അതിൻ്റെ ജോലിക്കല്ലേ പോകണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യിക്കുക. ആ സമയത്താണ് ഇങ്ങനെയുള്ള വികൃതികൾക്കൊക്കെ പോയി മക്കളും എല്ലാവരും വേറെ രീതിയിൽ കൂടെ പഴിച്ചു പോകുന്നത്. അതിനൊരു പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ നിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ കിട്ടുന്ന ജോലിക്ക്, നമ്മുടെ നാട്ടിലൊക്കെ നല്ല വരുമാനമുണ്ട്, കിട്ടുന്ന ജോലിക്ക് പിള്ളേരെ വിടുക.
പിള്ളേരെ വിട്ടിട്ട് അവർ നല്ലൊരു അവർ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർ സേവ് ചെയ്തിരിക്കുന്നു, അവരുടെ കാര്യങ്ങൾക്ക് നോക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിൽ വരത്തില്ല. ഇങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ ഇനി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ ഇതിൽ നിന്നൊക്കെ മോചിതരായി നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ അവർ ശ്രമിക്കും. മെയിനായിട്ട് പൈസയില്ല, ഓരോ കാര്യങ്ങൾക്ക് പൈസയില്ലായിരുന്നു വീട്ടിൽ ബഹളമായി, അടിയായി, പിടിയായി, അങ്ങനായി പല പ്രശ്നങ്ങളിലോട്ടൊക്കെ മാറും. ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് സ്വന്തമായിട്ട് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ജോലിയിൽ അങ്ങ് ബിസിയാകും. ജോലി ബിസിയായി കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നല്ല വരുമാനം കിട്ടാൻ ആ ജോലി നല്ല രീതിയിലൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ പിള്ളേർ ശ്രമിക്കും. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ കഞ്ചാവും മയക്കുമരുന്നിൻ്റെ ഒരു ഉപയോഗം ഒരു പരിധി വരെ നമുക്ക് പൂർണ്ണമായിട്ടല്ല, ഒരു പരിധി വരെ നമുക്ക് ഇന്ന് അവോയ്ഡ് ചെയ്യാനൊക്കും. അങ്ങനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരെ കുറച്ചൊക്കെ ഒന്നെങ്കിലും നമുക്ക് നമ്മുടെ പിള്ളേരെ ആ ഒരു ഇതിൽ നിന്ന് ഇപ്പോൾ എവരിടാൻ നോക്കി കഴിഞ്ഞാൽ കഞ്ചാവും മയക്കുമരുന്നും ഉള്ളൂ. ഈ ന്യൂസിനകത്ത് മുഴുവൻ അത് അവിടെ നിന്ന് ഇത്ര കിലോ കഞ്ചാവ് പിടിച്ചു, ഇവിടെ നിന്ന് ഇത്ര കിലോ MDMA പിടിച്ചു, അത് പിടിച്ചു, ഇത് പിടിച്ചു എന്നുള്ള ന്യൂസേ ഉള്ളൂ നമുക്ക് കേൾക്കാം. വേറെ ഒരു ന്യൂസും ഇപ്പം ഇല്ല നാട്ടിലത്തെ വാർത്ത നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ കുറച്ച് മോചനം കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.